சொக்கர்முடி ஆக்கிரமிப்பு சிட்டிங் ஜட்ஜை கொண்டு விசாரிக்க மாநில அரசு தயாராக வேண்டும் என்று KPMS மாநில கமிட்டி அங்கத்தினர் KK ராஜன் ஆக்கிரமிப்பு பகுதிகளை பார்வையிட்ட பின்பு அவர் இதை தெரிவித்தார். அதிகாரிகள் மற்றும் அரசியல்வாதிகளின் ஒத்தாசையுடன் தான் கையேற்றம் நடைபெற்றுள்ளது. போலியான ரேகைகள் உருவாக்கியுள்ளன. ஆட்சி செய்யக்கூடிய கட்சியின் தலைவர்கள் சம்பந்தப்பட்டிருப்பதன் காரணமாக சிட்டிங் ஜட்ஜை விசாரிக்க அனுமதிக்க மாநில அரசு அவரை நியமிக்க வேண்டும். கையேற்ற பகுதிகளை அரசு பார்க்கவில்லை என்ற நாடகம் நிறுத்த வேண்டும் என்றும் இல்லையென்றால் கடுமையான போராட்டங்கள் நடத்தப்படும் என்றும் KPMS தெரிவித்துள்ளது. അക്രമടി കയ്യേറ്റം എന്നുള്ളത് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവമായി നമുക്ക് കാണേണ്ടിയിരിക്കും. കാരണം ഇപ്പോൾ നിലവിൽ സർക്കാരും മറ്റ് സ്വകാര്യ ഏജൻസികളെല്ലാം പുറത്തുവിട്ട വാർത്ത അനുസരിച്ച് 14 ഏക്കർ 90 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ 14 ഏക്കർ കയ്യേറ്റം നടത്തി രേഖകളുണ്ടാക്കിയതൊന്നും സർക്കാർ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കുമ്പം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും പൊട്ടന്മാരാക്കുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം സർക്കാർ ഏജൻസി അറിയാതെ ഇത്രയും ഏക്കർ കണക്കിന് ഭൂമി കയ്യേറി വ്യാജ രേഖകളുണ്ടാക്കി പട്ടയമുണ്ടാക്കി കൈവശരയുണ്ടാക്കി ഒരു രേഖ നടക്കത്തില്ല. അപ്പോൾ ഭരിക്കുന്ന പാർട്ടികളുടെ യഥാർത്ഥ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള സംഭവമാണ് ഈ ചൊക്കരമടി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. തന്നെയുമല്ല, ഈ ചൊക്കരമടി കയ്യേറ്റം തൊട്ട് താഴെ 100 കണക്കിന് ആളുകളാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു മണ്ണൊലിച്ചിലുണ്ടായിക്കഴിഞ്ഞാൽ 1000 കണക്കിന് ആളുകൾക്ക് ഭീകരാവസ്ഥ സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് ഈ സംഭവം മാറും. അതും തന്നെയല്ല, താഴെ 300-400 പരം SC ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ താമസിക്കുന്ന കോളനികളുണ്ട്. അവരെല്ലാം ബാധിക്കുന്ന ഈ സംഭവത്തിൽ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഭാവം വരുവാണെങ്കിൽ KPMS ഉൾപ്പെടെയുള്ള ശക്തമായ സമരത്തിന് ഇതിൻ്റെ സംരക്ഷണ സമിതിയായി ബന്ധപ്പെട്ട് യോജിച്ച് നിർത്തിക്കൊണ്ട് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് നമ്മുടെ ഒരു ആലോചന എന്നുള്ളത്. തന്നെയുമല്ല, ഈ സംഭവം സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ബന്ധപ്പെട്ട കേസായതുകൊണ്ട് തന്നെ ഈ സംഭവത്തെക്കുറിച്ച്, അതായത് ചൊക്രമുടി കയ്യേറ്റത്തെ സംബന്ധിച്ച് ഒരു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് സർക്കാർ അന്വേഷിപ്പിക്കുവാൻ തയ്യാറാകണം എന്നുള്ളതാണ് KPM സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആവശ്യപ്പെടുന്നത്. N. നാഗരാജ്, S. അയ്യപ്പൻ, സന്ദീപ്, S. പ്രകാശ്, രാമൻകുട്ടി, വിജയ്